ബീയിങ് വിജയ് ഭയങ്കര ടഫാണ്. അത് പലപ്പോഴായിട്ട് ഞാൻ തന്നെ പല കോണ്ടന്റുകൾ ചെയ്യുന്ന സമയത്ത് പറയുന്നതാണ്. വിജയ് ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനുള്ള കാര്യമാണ്. അല്ല, തളപതി വിജയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചു. പല ഇന്ത്യയിലെ പല സ്റ്റാർസും ഉണ്ട് കേട്ടോ. ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, ഓൾ ജൈജാന്റിക് ഗൺസ്. പിന്നെ മലയാളത്തിലും സൗത്തില് മോഹൻലാൽ, മമ്മൂട്ടി, കമൽഹാസൻ, ഒരുപാട് പേരുണ്ട്. ലെജൻഡറി ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഈ ഒരു മനുഷ്യന് ഇങ്ങേർക്കുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പണ്ട് രജനീകാന്തിനൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ സ്ക്രീന് കത്തിച്ച ഫാൻസ് അല്ലേ, ഒരു അന്തം കിട്ടാത്ത ഭയങ്കരമായ ഫാൻസ്, അന്തം ഫാൻസ്. രണ്ട് മൂന്ന് റീല് കണ്ടില്ലേ, അറിയുന്ന സൗത്ത് ആക്ടറിൽ വിജയ് മാത്രമുള്ളൂ എല്ലാവർക്കും അല്ലേ. ഒന്നും വേണ്ട സത്യം പറഞ്ഞാൽ അയാൾ അതിന് മാത്രം ഒന്നും സിനിമയിൽ ചെയ്തതായിട്ട് എനിക്ക്, ഞാൻ അയാളൊരു ഫാനാണ് എന്നാൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെയല്ല, എല്ലാ മുക്കിലും മുന്നിലും അയാൾക്ക് ഫാൻസ്. ആക്ച്വലി എന്താ അറിയോ, സിനിമയിലെ ഓൺ സ്ക്രീൻ അല്ല ഓഫ് സ്ക്രീൻ കൂടി നോക്കണം. ഞാൻ അങ്ങനെ ആയിട്ട് നോക്കുന്നത് ഒരു ഓഫ് സ്ക്രീൻ പ്രസൻസ് ഉണ്ടല്ലോ. വിജയ് എന്ന് പറഞ്ഞ നടൻ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഓഫ് സ്ക്രീനിൽ ആളുകളായിട്ട് ഭയങ്കര ഇമോഷണലി ആളുകളായിട്ട് സിനിമേനേക്കാളും കൂടുതൽ ഭയങ്കരമായിട്ട് അതേപോലെ ആളുകളായിട്ട് കണക്ട് ആയ ഒരാളാണ് വിജയകാന്ത്. അത് ഞാൻ പ്രീവിയസ് വീഡിയോസ് ഒക്കെ അങ്ങനെ, നമുക്ക് അധികം അറിയില്ല അങ്ങനെ കുറിച്ച്. കാരണം ഇപ്പോഴുള്ള ഒരു 2K കിഡ്സ് അല്ലെങ്കിൽ കുറച്ച് നമ്മളൊക്കെ രീതിയിലുള്ള കിഡ്സിനൊക്കെ മൂപ്പര് ട്രോൾ മെറ്റീരിയൽ പോലെയാണ്. കുറെ ട്രോൾ മീമുകളൊക്കെ ആയിട്ടാണ് നമ്മൾ മൂപ്പര് കണ്ടിട്ടുള്ളത്. ബട്ട് പഴയ കാലത്തുള്ള അങ്ങേരുടെ സ്പീച്ചും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ സത്യം ലിറ്ററലി ഞാൻ വണ്ടടിച്ചു പോയി. അങ്ങനെ സ്പീച്ചൊക്കെ ഉണ്ട്, പണന്ന എന്നടാ പണം എന്നൊക്കെ പറഞ്ഞിട്ടാ തീരെ സാധനം, രക്ഷയില്ല സാധനം, ഭയങ്കര അതിഭീകര സാധനങ്ങള്. അതായത് രജനീകാന്തും കമൽഹാസനും ഒരേപോലെ തമിഴ് ഇൻഡസ്ട്രി കയ്യിൽ ഒതുക്കി നിന്ന സമയത്ത് മൂപ്പര് കേറി വന്ന് മൂപ്പരെ സ്പോട്ട് കണ്ടെത്തി. അതേമാതിരി മൂപ്പര് എന്ത് ചെയ്തു, ജയലളിത അപ്പുറത്ത് കലങ്ങിയാറുള്ള സമയത്ത് അവിടെ പോയിട്ട് അവിടെ രാഷ്ട്രീയത്തിലും മൂപ്പരുടെ സ്പോട്ട് കണ്ടെത്തി. അപ്പൊ എനിക്ക് തോന്നുന്നത് വിജയ് ഇപ്പൊ പോണ പോക്ക് വെച്ച് നോക്കുമ്പോ MGR അല്ല, MGR അതേപോലെ ഇപ്പോ നമ്മുടെ കരുണാനിധി ആൻഡ് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞപ്പോ വിജയകാന്ത് സാറ്, അടുത്ത ഇനിയിപ്പോ ഒരു യങ് ജനറേഷന് പൊളിറ്റിക്സ് പ്ലസ് നടൻ എന്നൊക്കെ പറയാൻ മാത്രല്ലേ. കമൽഹാസനൊക്കെ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് പൊളിറ്റിക്സിൽ ഇറങ്ങുന്നുണ്ട്. അച്ഛൻ അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വിജയ് ഒരു പാർട്ടി വിജയ് എന്ന് പറയുമ്പോ ഞാൻ എന്താ, പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല വിജയിന്റെ ഒരു പൊളിറ്റിക്സ് എൻട്രി. ബട്ട് പറയാൻ പറ്റില്ല നമുക്ക്, വിജയ് ചിലപ്പോ പൊളിറ്റിക്സിൽ ഇറങ്ങാം. കാരണം ഇപ്പത്തെ ഒരു പോക്ക് കണ്ടിട്ട് വിജയ് രസികർ മണ്ഡലം തന്നെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. റൂമേഴ്സ് അല്ല, വിജയ് രസികർ മണ്ഡലം വഴി കുറെ പ്രവർത്തനങ്ങൾ ചാരിറ്റി ആയിട്ടും അതും ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്നാണെങ്കിൽ വിജയകാന്ത് സാറിന്റെ മരിച്ച ആ ഒരു സമയത്ത് ലാസ്റ്റ് ആ ബോഡി കാണാൻ വേണ്ടി വിജയ് പോയ ടൈമില് നടൻ വിജയ്ക്ക് നേരെ ചെരുപ്പേർ സംഭവം വിജയകാന്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ബീയിങ് വിജയ് ഭയങ്കര സീനാണെന്ന്. ഒരു ക്രൗഡിൽ ഇറങ്ങാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. ഓ, ആ വീഡിയോയില് കാണുമ്പോ തന്നെ എല്ലാരും കൂടി ഉപദ്രവിക്കുക, എന്തൊക്കെയോ ചെരുപ്പെടുത്തെറിഞ്ഞു. ആരാധന കൊണ്ടാണോ ചെയ്തത്? ആണ് തളപതി എന്ന് വിളിച്ചിട്ട് ആരാധന മൂത്ത് എന്റെ ചെരുപ്പ് അയാളുടെ മേൽ തട്ടിയാൽ അവർക്കൊരു ഭയങ്കര എക്സാക്ട്ലി അതാണ്. അതായത് ഞാൻ തളപതി മേലെ ചെറുപ്പ് പട്ടിടിച്ചിട്ടാടേ എന്നൊക്കെ പറഞ്ഞിട്ട് ആവും ചിലപ്പോ. അതാവും ഈ തമിഴന്മാർക്ക് കുറച്ച് ഭയങ്കര ആരാധന കൂടുതലാണല്ലോ. ചെരുപ്പ് എടുത്തെറിഞ്ഞിട്ട് ഇൻസൾട്ട് ആണ്. അതായത് വിജയ്ക്ക് മാത്രല്ല, മരിച്ച വിജയകാന്ത് സാറിന് അടക്കം ഇൻസൾട്ട് ആണ്. അതെ, അത് ഭയങ്കര മോശമാണത്. അത് ഏത് പടുപാപി ചെയ്തു നമുക്കറിയില്ല. എന്താണെങ്കിലും വളരെ മോശം. പിന്നെ ഈ വിഷ്വൽസ് ഒക്കെ കണ്ടോ, തിക്കി തിരക്കി പോകുന്ന സാധനമൊക്കെ, ഇതൊക്കെ കണ്ടോ. ഒരു ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്രൗഡാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താ, എവിടെ ഇറങ്ങാൻ പറ്റാതെ ചെയ്യാൻ പറ്റും. ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടിയോ ദുൽഖറോ ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് തോന്നി ആളുകൾ ഇങ്ങനെ ഒരു മലയാളത്തിൽ നിന്നൊന്നും അങ്ങനെയല്ല. ഇനിയിപ്പോ തമിഴിലാണെങ്കിലും വൻ സൂപ്പർ സ്റ്റാർസ് ഒരുപാടുണ്ട്. ഇപ്പൊ രജനീകാന്ത് ആണെങ്കിലും ഇനിയിപ്പോ അജിത്ത് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ ആളുകൾ പോയിട്ട് പൊതിയോ ഈച്ച പൊതിയണ മാതിരി ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനിടയിലാണ് ചെരുപ്പേർ വന്നതും ചെരുപ്പിന്റെ ആ സംഗതികളൊക്കെ ഉണ്ടായത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ബീയിങ് വിജയ് എന്നുള്ള ഒരു സംഗതി എനിക്ക് ലിറ്ററലി ഇത് കണ്ടപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു എഫക്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത്. ആ ഒരു പ്രൈവസി നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഭയങ്കര പ്രൈവസി. ഇപ്പൊ അടുത്ത് വിശാല് നടൻ വിശാല് മറ്റേ സംഭവങ്ങളറിയില്ലേ, ആ
പിന്നെ മൂപ്പര് പ്രാങ്ക് എന്താ നമുക്കറിയില്ല, അയാളുടെ പേഴ്സണൽ ലൈഫാണ്, അപ്പൊ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഫാൻസിന്. ഹിന്ദിക്കാരാണെങ്കിലും അവർ പറയാറില്ല നമ്മള് ക്രിക്കറ്റ് കളിക്കാർ വിരാട് കോഹ്ലി ഒരു വട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട് ലണ്ടനിലാണ് പോവുക, കാരണം അവിടെ ഭയങ്കര പ്രൈവസിയാണ്. ലണ്ടൻ സിറ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മളെ ലാലേട്ടനും മമ്മൂക്കിയൊക്കെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പോവാ, ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാലോ. എസ്പെഷ്യലി ലണ്ടൻ, കുറെ പേര് ലണ്ടൻ കുറച്ച് ആൾക്കാരല്ലേ ഒക്കെ അല്ലേ തിരിച്ചറിയണ്ടാവുള്ളൂ. അല്ല തിരിച്ചറിഞ്ഞാലും വന്ന് കാണല അപ്പുറത്തും പുറത്തുള്ളവരൊക്കെ സെലിബ്രിറ്റിയാണ്. അല്ല ഇപ്പൊ കൂടുതലും അങ്ങോട്ട് പോകുന്ന ആൾക്കാർ കുറെ ഉണ്ടല്ലോ, ഇമിഗ്രേറ്റ്സ് കുറെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അവിടെ ഇപ്പൊ ആൾക്കാർ ലണ്ടൻ സിറ്റിക്കകത്ത് അങ്ങനെയാണ്. ഞാൻ ഒരു ഇന്റർവ്യൂല് പഴയത് പറഞ്ഞ കേട്ടാണ് വിരാട് കോഹ്ലി ഭയങ്കര, ഇപ്പൊ ഗ്ലെൻ മാക്സ്വെൽ പറഞ്ഞിട്ടുണ്ട് ഒരു വട്ടം, അതായത് ഏറ്റവും കൂടുതൽ പ്രൈവസി, നമുക്ക് ഒന്നും അറിയാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റില്ല. അവരുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലും അവർക്ക് കിട്ടുന്ന ഒരു റെമ്യൂണറേഷനും അവരുടെ ഒരു വെൽത്തും വെച്ചിട്ട് അവർക്ക് അവിടെ പോയാൽ ചുമ്മാ ജീവിക്കാൻ പറ്റും. നമുക്ക് ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അവിടെ പോയാൽ പിന്നെ ഏതെങ്കിലും പാർട്ട് ടൈം ജോബ് ഒക്കെ എടുത്ത് അത് അവിടെയും കിട്ടൂല, ഏതെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും, ഔട്ട്സ്കേർട്സിൽ കൺട്രി സൈഡിലായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. അപ്പൊ എന്താണെങ്കിൽ ഇത് കണ്ട ടൈമിലടി ഒരാളെ സ്നേഹിച്ചിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്, അല്ലേ? അല്ല സ്നേഹം ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ഉപദ്രവമാവുന്ന രീതിയിൽ സ്നേഹിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ല ഇത് എൻജോയ് ചെയ്യും ചിലപ്പോ അവര്. ഇപ്പൊ ഞാനൊരു കേസ് പറയാം, ഞാനൊന്നും വലിയൊരാളായിട്ട് പറയുന്നില്ല, യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി, കുറെ ആളുകളെ കാണും, സെൽഫി എടുക്കാൻ വരും, അങ്ങനെയൊക്കെ ഒരു അഭിമാനം ഉണ്ടടി, അത് ഇല്ലാന്ന് പറയുന്നില്ല അല്ലേ? ചില സമയത്ത് ഞാൻ തന്നെ ഇങ്ങനെ സന്തോഷം തോന്നും, പക്ഷെ ഒരു ലെവല് വിട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുന്നില്ലേ? തലക്ക് പിടിച്ച് ഭ്രാന്ത് പിടിച്ചുള്ള പോലെ വരുന്ന ആൾക്കാർ ക്യാമറ വെച്ച് എറിയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ അഭിമാനിക്കുന്നതാണ്. എന്തായാലും വിജയകാന്ത് സാറിനായിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ട് എനിക്ക് തോന്നുന്നത് സിന്ദൂരപ്പാണ്ടി എന്ന് പറഞ്ഞുള്ള ഒരു സിനിമ, അതാണ് 19 തുടക്കകാലങ്ങളിൽ സിന്ദൂരപ്പാണ്ടി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അതുവഴിയാണ് ദളപതി, ഇളയ ദളപതി എന്നുള്ള ഒരു ടാഗൊക്കെ കിട്ടിയെന്നൊക്കെയാണ് ഞാൻ അന്നേരം കുറെ വീഡിയോസ് ഇങ്ങനെ റെഫർ ചെയ്ത് വഴിക്ക് കണ്ടതാട്ടോ. ചിലപ്പോൾ ശരിയാണെന്നില്ല, പല വീഡിയോസിൽ പലതാണ് പറയാ, പക്ഷെ അവർ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ട് എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ അറിയുന്നവരാരെങ്കിലും കൂടുതൽ കമന്റ് ഇടണം കേട്ടോ, കാരണം ഇതൊക്കെ വാച്ച് ചെയ്യുന്നവരുണ്ടാവും. അച്ഛൻ വിജയുടെ അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ ആദ്യ കാലങ്ങളിൽ വിജയകാന്ത് ലീഡ് റോളിലായിരുന്നു, ബാലതാരമായിട്ട് കുറച്ച് വിജയ് അഭിനയിച്ചിരുന്നു എന്നുള്ള ആർട്ടിക്കിളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇമോഷന്റെ പുറത്ത് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഭയങ്കര സ്റ്റൈലിലൊക്കെ നടക്കുന്ന കുറെ വീഡിയോസ് കണ്ടിട്ടില്ല. എന്താ പറയാ, ഞാൻ ഇപ്പോഴും ഞാൻ ആ വീഡിയോ ഇന്നലെ രാത്രി കണ്ടപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ സമയം വഴിക്കൊണ്ട് ചെയ്യാതെ വിട്ടു. ഇന്ന് രാവിലെ പിന്നെ മറ്റേ സ്കാം കണ്ടന്റ് ഉള്ളതുകൊണ്ട് പിന്നെ ചെയ്തില്ല. പക്ഷെ ഈ സാധനം ഈ പ്രൈവസി നഷ്ടപ്പെട്ട ഭയങ്കര സീനാണ്. വെറുതെ ഇവര് സെലിബ്രിറ്റീസ് ചില സമയത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മളെ ബോളിവുഡ് സെലിബ്രിറ്റീസ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ചില സമയത്ത്. ഇഷ്ടംപോലെ പൊട്ടിത്തെറിക്കുന്ന വീഡിയോസ് ഉണ്ട്. പക്ഷെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അട്ടർ ഷോ ഓഫ് ആണ്, ചിലത് നമുക്ക് തന്നെ മനസ്സിലാവും ഇവരെ ഉപദ്രവിച്ചിട്ട്. എനിക്ക് തോന്നുന്നു നയൻതാരയൊക്കെ അങ്ങനെ ഭയങ്കര ടോവിനോ പിച്ച മാന്ത സാനിയപ്പൻ അടിച്ചു. പക്ഷെ മലയാളത്തിൽ ഇങ്ങനത്തെ കേസുകൾ കുറവാണ്, കാരണം മലയാളികൾ അത്ര ഒരു, പക്ഷെ ഇപ്പൊ കുറെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മമ്മൂക്കാന്റെ ലാലേട്ടനൊക്കെ സിനിമകൾ ഹിറ്റ് ആവാൻ തുടങ്ങുമ്പോൾ പഴയ ആ ഒരു സാധനം ഉണ്ടല്ലോ 90s ഒരു ഫാൻ ഫൈറ്റ് അത് വരുന്നുണ്ട് അല്ലേ? അത് ഒന്നാമത് യൂത്തിലെ ആൾക്കാർക്ക് അത്ര ഇല്ലല്ലോ. ഞാൻ സീരിയസ് ആയിട്ട് ഞാൻ മീഡിയ വണ്ണിൽ ഒരു ഡിസ്കഷൻ കണ്ടു, മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ചേട്ടാ ഇത് ഈ 90s കണ്ടിരുന്ന ആ ഒരു ഫാൻ, ആ സിനിമ ഉണ്ടായിരുന്നല്ലോ ദിലീപിന്റെ രസികൻ സിനിമ. അപ്പൊ ഇല്ല ഒന്നും വേണ്ട, നമ്മൾ തന്നെ അറിയാലോ, നമ്മള് മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഭയങ്കര ഇപ്പോഴും അവരുടെ ഫാൻസ് ഫൈറ്റ് തന്നെ നിൽക്കുന്നത്. ഇവിടെ ഒരു പൃഥ്വിരാജ് ടൊവിനോ എന്ന് പറഞ്ഞ തല്ലി നടക്കുന്നില്ല, തല്ലി നടക്കുന്നില്ല. ഇപ്പോഴും മലയാളത്തിൽ അടി നടക്കുന്നത് എവിടെയാ? മോഹൻലാൽ രാഷ്ട്രീയം ഒക്കെ പറയണ പോലെയാണ്, ഒരു കൂട്ടത്തില് ലാലേട്ടൻ മമ്മൂക്ക എന്നുള്ള രണ്ട് സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ സംസാരങ്ങളായി അങ്ങോട്ട് കൂടി ഫൈറ്റ് ആവും. അതിനിപ്പോ എത്ര യൂത്തിലുള്ള ആൾക്കാർ വന്നാലും എനിക്ക് തോന്നില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു കാറ്റഗറി കഴിഞ്ഞാൽ അതിന്റെ മുന്നത്തെയും അതിന്റെ പിന്നത്തെയും എല്ലാവരും ലാലേട്ടൻ മമ്മൂക്ക, അതാ പറയുന്നത് ലാലേട്ടൻ മമ്മൂക്ക. ഈവൻ ഇപ്പൊ മമ്മൂക്കാന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞ വ്യക്തി അത്രയും ക്രൗഡ് പുള്ളറാണ്. ദുൽഖർ യൂത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവുക എന്ന് പറഞ്ഞാൽ ദുൽഖറിന്റെ വേദിക്കാണ് ചാടി വീഴുന്നത്. പക്ഷെ ദുൽഖർ മമ്മൂക്ക എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ തന്നെ ദുൽഖറിനെ പിന്നെ ആരും ആ ഭാഗത്തേക്ക് പോകില്ല. ആ ഒരവസ്ഥയാണ്. അവരൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങൾ അത്രയുണ്ട്, അതാണ് അതങ്ങനെ മറന്നു പോകാൻ ആൾക്കാർക്ക് പറ്റൂല. അതെ, എന്താണെങ്കിലും ഇന്നലെ ഈ രംഗങ്ങൾ കണ്ടപ്പോ ഒരു മനുഷ്യന്റെ പ്രൈവസി നഷ്ടപ്പെടുന്നതും ഒരു സ്ഥലത്ത് ഒന്നും വേണ്ട, മാസ്ക് എന്നല്ല, ഈ ഫോട്ടോ തന്നെ നോക്ക് സ്നേഹം. ഞാൻ ഇന്നലെ
കുറച്ച് കമന്റ്സ് കണ്ടു. അപ്പൊ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാലോ കമന്റ്സ്. തമിഴ് കമന്റ്സ് നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ട്രാൻസ്ലേറ്റ് ചെയ്ത് കുറെ ഇതിൽ നോക്കുന്ന സമയത്ത് ഇതിലൊക്കെ ബോഡി ഷേമിങ്ങും ഉണ്ട്. ലുക്കിനെ കുറിച്ചിട്ടും കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫിലുള്ള ഒരാള് ഒരു മരണസ്ഥലത്ത് അയാളുടെ റിയൽ അപ്പിയറൻസ് വെച്ചിട്ടല്ലേ വരിക. അയാൾക്ക് അപ്പം പിടിച്ച് ഓടാൻ പറ്റും. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ അവര് തമ്മിലുള്ള ഇമോഷൻസ് എന്താണെന്നുള്ള അറിയില്ല. അവിടെ പോയി മേക്കപ്പ് ഒന്നും ചെയ്ത് പോകാനുള്ള ഒരു മൈൻഡ് ഒന്നും അയക്കുന്നുണ്ടാവും. സമയം കിട്ടണ്ട ഒരാളുടെ മരിച്ച സ്ഥലത്ത് പോകുമ്പോ അയാള് ഫുള്ള് മറ്റേ മുടിയൊക്കെ കൂർപ്പിച്ച് നിർത്തി താടി സെറ്റാക്കി പോവാൻ പറ്റൂടെ? ഇത് അവിടെ പോയിട്ട് അല്ല അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് തന്നെയാണല്ലോ മലയാള കണ്ണട വെച്ച് പോയി എന്ന് പറഞ്ഞിട്ടും മേക്കപ്പ് ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, അങ്ങനെ പോയാൽ അങ്ങനെയും കച്ചറ. ഇപ്പൊ അടുത്ത് ദുൽഖർ ഒരു സിനിമ, ദുൽഖറും മമ്മൂക്കിയും കൂടി ആരുടെയോ ഒരാളുടെ ഇങ്ങനെ മരണ ചടങ്ങിന് പോയ ടൈമില് ദുൽഖർ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടില്ല എന്ന് പറഞ്ഞ ദുൽഖറിന് ഭയങ്കര തെറിവില്ല അല്ലേ? ഞാൻ കണ്ടിരുന്നത് ദുൽഖർ ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടില്ല എന്ന് പറഞ്ഞ വൻ തെറിവില്ല. രഞ്ജിനി കൂളിംഗ് ക്ലാസ് ഇട്ട് പറഞ്ഞ കച്ചറ. ഇത് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് നല്ല രീതിയിൽ പോയാലും ചീത്ത രീതിയിൽ പോയാലും പോയാലും അങ്ങനെ തന്നെയാണ്. എങ്ങനെയാണെങ്കിലും കച്ചറ. പക്ഷെ പാവം ജിത്തുഭായിനെ പോലുള്ള സെലിബ്രിറ്റീസ് എന്ത് ചെയ്യും? ഞാനിപ്പോ ഇത്രയും നേരം അതിനെ കുറിച്ച് ആലോചിക്കില്ല പോവാന്നുള്ളൊരു പെട്ടു. ജിത്തുഭായിക്ക് എന്തൊരു തിരക്കായി 365 പെയർ ഓഫ് ഷൂസും ഡ്രസ്സുള്ള ഒരാളാണ് ജിത്തുഭായി. കാരണം ഒരു ദിവസം കണ്ണ് കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാവരുത്. അതെ, കൂളിംഗ് ഗ്ലാസിന്റെ വെറൈറ്റികള് ഇടയ്ക്ക് മീശൊക്കെ ഇറക്കി ഇടും. പിന്നെ മുഖം ചുണ്ടും കാണാൻ ചുണ്ടിടാലും മനസ്സിലാവുമല്ലോ എല്ലാവർക്കും. എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഞാൻ ഡ്രസ്സിനെ കണക്ക് ഇയാള് സെലിബ്രിറ്റീനെ കണക്ക് പറയുമ്പോ ചുണ്ടും അതല്ല മനസ്സിലാവാതിരിക്കുള്ള കാര്യം പറഞ്ഞു. ഇടയ്ക്ക് താടി ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്തു. അപ്പൊ ആൾക്കാരായിട്ട് മനസ്സിലാവില്ലല്ലോ. ഇവിടെ ഒരു മറുക് വെച്ചു പോയി ആളെ മനസ്സിലാക്കാൻ. നിങ്ങള് ചിലപ്പോ കോട്ടപ്പടി മലപ്പുറത്ത് കൂടെ രാവിലെ ആകുമ്പോ അങ്ങനെ പോകാറുണ്ട് ആൾക്കാർ തിരിച്ചറിയണ പ്രശ്നമാണ്. സ്നേഹം പിന്നെ ഒന്നും നോക്കാറില്ല. പിന്നെ ബാംഗ്ലൂർ അമ്മായില്ലേ ഇവിടെ ഒരു ക്രൗഡ് ഭയങ്കരമായിട്ടുണ്ടാകുമ്പോൾ ഒന്ന് ഒതുങ്ങിയാലാ പിന്നെ ക്രൗഡ് പുള്ളേ മലപ്പുറത്ത് കൂടി പോകുമ്പോ ക്രൗഡ് പുള്ളേ ബാംഗ്ലൂരിൽ പോകും. അപ്പൊ ബാംഗ്ലൂരിൽ പോകുമ്പോ ക്രൗഡ് പുള്ള ചെയ്യുമ്പോ തിരിച്ചിങ്ങോട്ട് വരും. ഇവിടെ മാത്രല്ല ബാംഗ്ലൂർ ഭയങ്കര അവിടെ ബാംഗ്ലൂരിലെ മെയിൻ സെലിബ്രിറ്റിയാണ്. എന്ത് ചെയ്യാനാ? ബാംഗ്ലൂര് ഏറ്റവും കൂടുതൽ പോവാ മടിവാള മറ്റേ അവിടെയുള്ള കൂടുതൽ മലയാളികളൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ അടിക്ക് മാസ്ക് ഒക്കെ ഇട്ടിട്ട് നടക്കും. പെട്ടെന്ന് മാസ്ക് അങ്ങനെ സർപ്രൈസ് ഒക്കെ കൊടുക്കലുണ്ട്. അങ്ങനെ സർപ്രൈസ് എടുത്തിട്ട് ഒരാള് മറ്റേ ബോധം കെട്ടി അല്ല ബോധം കെട്ടി പാലത്തിനോട് ചാടി. അതെ, ഒരാള് പേടിച്ച് പാലത്തിനോട് ചാടി, ഒരാള് ബോധം കെട്ടി വീണു. അതോടുകൂടി പിന്നെ മടിവാള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ ഇറക്കി കൊടുക്കുന്നത്. ഞാൻ അടിക്ക് പോകുമ്പോ 3-4 പേര് ഞാൻ നോക്കുമ്പോ നിലത്തിറക്കണം. നോക്കുമ്പോ നിന്നെ കണ്ട് ബോധം കെട്ടിക്കൊണ്ടേ എന്തപ്പോ കാട്ടെ. ഇത് ഈ ആയിട്ട് സമ്മതിച്ചപ്പോ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അന്ന് പിന്നെ മടിവാള സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ ഞാൻ ഇറക്കി കൊടുക്കുന്നതല്ലേ. ലൈറ്റ് കോംപ്ലക്സ് കറക്കും. സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലേ? ഉണ്ടല്ലേ? അപ്പൊ ഓക്കെ. പാവം വിജയ് വിട്ട് കളയടെ. ചെരുപ്പൂരി എറിഞ്ഞ് നാളെ വല്ല കരിങ്കല്ലും എടുത്ത് വീക്കാൻ ഞാൻ ഉമ്മാര് അതും ചെയ്യുമ്പോ എന്റെ ചെരുപ്പ് വീണു. ഉറപ്പാണ് ആ ചെരുപ്പ് കിട്ടിയോ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കണ്ടോ? ചിലപ്പോ അതിന് വേണ്ടിട്ടാവും ഈ തേങ്ങ കൊടുക്കുന്ന കിട്ടില്ല. അതുപോലെ അതിന് വേണ്ടി രാവിലെ പാലഭിഷേകം ഉണ്ടാവും. ചെരുപ്പിന് മുകളിൽ പാല് വെച്ചു. അതൊന്നും ആലോചിച്ചു. ഫാൻസ്